ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടെ രേവതിയുടെ വീട്ടിലേക്ക് വരികയാണ്. അവരെ കാണുന്ന രേവതി ഓടി ചെല്ലുന്നുണ്ട്. അവൾക്ക് സന്തോഷമാവുകയാണ്. അമ്മ വരൂ എന്ന് പറയണം. അപ്പോഴേക്കും രവി അങ്ങോട്ട് വരുന്നുണ്ട്. ചന്ദ്രയോട് രവി പറയുന്നുണ്ട്, ചന്ദ്ര നീ അങ്ങോട്ട് ചെല്ല്, അവരെ സ്വീകരിക്കുക എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതെ നിങ്ങൾ തന്നെ ആവശ്യത്തിലധികം അവരെ സ്വീകരിക്കുന്നുണ്ട്, പിന്നെ ഇപ്പോൾ എൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ചന്ദ്രയ്ക്കാണ് അവർ കാണുന്നത് ഇഷ്ടമേ അല്ല. അവരെ വരുന്നത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അത് അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. എന്നാലും അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. രവിയാണെങ്കിൽ ശരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതി, അമ്മേ എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? അമ്മ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, മോളെ അച്ഛൻ്റെ വാർഷികമല്ലേ വരുന്നത്, അതിനെ ക്ഷണിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന രവിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. രവി ഇങ്ങനെ ആലോചിക്കുകയാണ് കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ. രേവതിയുടെ അച്ഛൻ മടിയിൽ കിടന്ന് എൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് ലാസ്റ്റ് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, രേവതി രേവതി എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരും കേട്ടോ. ഓ നിങ്ങളിനിയിപ്പോൾ അതൊക്കെ ആലോചിച്ച് നിങ്ങളുടെ അസുഖം കൂട്ടാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. എന്നിട്ട് രേവതിയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ ഭർത്താവെ വയസ്സ് തികയണ ആവുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. ഇനി ഇദ്ദേഹത്തിന് കൂടി എന്തെങ്കിലും പറ്റിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ നിങ്ങൾക്ക് തന്നെ അങ്ങ് നടത്തിയാൽ പോരെ, എന്തിനാണ് ഇവിടെ വന്ന് പറയണേന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന രേവതിക്ക് സങ്കടമാവും കേട്ടോ. രേവതി പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ വിളിച്ചിട്ട് പറഞ്ഞാൽ പോരെ, എന്നോട് വിളിക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഇങ്ങോട്ട് വന്നത് എന്തിനാ? വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് അവരെ. അപ്പോൾ രവി തടയുന്നുണ്ട് കേട്ടോ. രേവതി നീ എന്തായി കാണിക്കുന്നത്? വീട്ടിൽ വന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛൻ കേട്ടില്ലേ അമ്മ പറയുന്നത്? എന്നെ പറ്റി എന്തോ പറഞ്ഞോട്ടെ, പക്ഷേ എൻ്റെ അച്ഛനെ ആരും ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട്, അതേ മോളെ നിനക്ക് അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, അവൾ വായിൽ തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ പറഞ്ഞേ എന്ന് പറയുമ്പോൾ, നിന്നോട് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു, എഴുന്നേറ്റ് പോ, ഇവിടെ ഇരിക്കേണ്ട നീ എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര അങ്ങ് പോകുന്നുണ്ട് കേട്ടോ, പിറുപിറുത്തോണ്ടാണ് പോകുന്നത്. ഇത് കാണുമ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോള് എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇത് കണ്ടിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും, വിഷമിക്കുന്നുണ്ടാവും എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ രേവതിക്കും രവിക്കും വിഷമാവുന്നുണ്ട്. പിന്നീട് അമ്മ സച്ചി എവിടെ, സച്ചിയോടും കൂടി വിവരം പറയട്ടെ എന്ന് പറയുമ്പോൾ രവി പറയും, അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോളാം, അവർ രണ്ടുപേരും അങ്ങോട്ട് വരും അന്നേ ദിവസം എന്ന് പറയുകയാണ്. അങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ട് അവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ട് കയറി വരുന്നത്. സച്ചിയെ കാണുന്ന അമ്മ എന്ത് ചെയ്യണമെന്ന് അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. സംസാരിക്കണമെന്നുണ്ട്. പെട്ടെന്ന് അമ്മ അങ്ങോട്ട് ചെന്നിട്ട് തന്നെ സച്ചി എന്ന് വിളിക്കുമ്പോഴേക്കും സച്ചി ഒന്നും നോക്കും കൂടെ ചെയ്യാതെ ഒരു സൈഡിലൂടെ അങ്ങ് വീട്ടിലേക്ക് കയറി പോവുകയാണ്. ഇത് കാണുന്ന രേവതി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. സച്ചി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്താ മോളെ സച്ചി ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ സംസാരിച്ചോളാം സച്ചിയേട്ടൻ്റെ അടുത്ത്, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. സച്ചി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അച്ഛൻ രവി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, നീ രേവതിയുടെ അമ്മയും അനിയത്തിയും പോകുന്നത് കണ്ടില്ലേ, അവളുടെ അച്ഛൻ്റെ വാർഷികമാണ്, അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് വാർഷികമായോ എന്നിങ്ങനെ സച്ചിൻ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് രേവതിയും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രവി പറയുന്നുണ്ട്, പിന്നീട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകണം, നമ്മുടെ ശരത്തിന് ദേഹം വയ്യാണ്ടിരിക്കുകയല്ലേ, അവൻ ചെയ്യേണ്ട കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നീ ഒരു കുറവും വരുത്താതെ അവിടെ ചെയ്യണം എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അന്നേ ദിവസം എനിക്ക് ഓട്ടം ഉണ്ടാവും അച്ഛാ, അപ്പോൾ അത് കളയാൻ പറ്റത്തില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. പക്ഷേ രവി നിർബന്ധിക്കുകയാണ്, നീ എന്ത് തന്നെ പറഞ്ഞാലും ഓട്ടമെല്ലാം മാറ്റി വെച്ച് നീ പോയേ പറ്റൂ, അവിടെ എല്ലാ ചടങ്ങുകളും എല്ലാത്തിനുള്ള ഒരുക്കങ്ങളും നീയാണ് ചെയ്തു കൊടുക്കേണ്ടത്, ഒരു കുറവ് അവിടെ ഉണ്ടാവാൻ പാടില്ല, നീയും രേവതിയും കൂടെ ഈ വീട്ടിൽ നിന്നും പോകണമെന്ന് പറയുകയാണ്. രേവതിക്ക് ഇവൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷമാവുന്നുണ്ട്, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് സച്ചി നേരെ കിച്ചണിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. രേവതിയും പിറകെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് രേവതി ഇത് കാണുമ്പോൾ പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ നിങ്ങൾ എന്താണ് ഈ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല എൻ്റെ അമ്മയെ കണ്ടില്ലേ നിങ്ങൾ, എന്നിട്ട് സംസാരിക്കാൻ വേണ്ടി നിന്നപ്പോൾ നിങ്ങൾ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ, അവരെന്താ നിങ്ങളെപ്പറ്റി വിചാരിച്ചിട്ടുണ്ടാവുക എന്ന് പറയുകയാണ്.
അതിന് ഞാൻ അവരുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞിട്ടൊന്നും പ്രശ്നം വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ സംസാരിച്ചുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്നു, പക്ഷേ നിങ്ങൾ സംസാരിക്കാതെ വിഷമിപ്പിക്കുന്നു. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നവരെ? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അന്നേ ദിവസം അങ്ങോട്ട് വരിക. അവർ അന്ന് ഈ വിശേഷം പറഞ്ഞ് അന്ന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവരോട് ഒത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് രേവതി അപ്പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് വർഷയെ കാണാൻ വേണ്ടി വർഷയുടെ അമ്മ സ്റ്റുഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ വർഷ പെട്ടെന്ന് അമ്മയുടെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മ വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ, എന്നും വിളിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ നിന്നെ തനിച്ചൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്താണ് അമ്മയെന്ന് ചോദിക്കുകയാണ്. അല്ല, നിനക്കിപ്പോൾ പഴയതുപോലെ വർക്കൊന്നുമില്ലേ, കുറവാണോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലല്ലോ അമ്മേ, പഴയതിനേക്കാളും കൂടുതലാണ്, 3 സീരിയലും കൂടെ ഡബ് ചെയ്യാനുണ്ട്. എന്താ അമ്മ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നീയും അത് അപ്പോൾ ശ്രീകാന്തിനും പണിയില്ലേ, എന്താ നീ അന്ന് സൈക്കിളിൽ നീയും നിൻ്റെ ഹസ്ബൻഡും കൂടെ പോകുന്നത് ഞാനും അച്ഛനും കണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്യാഷിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നില്ല മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വർഷം നിർത്താതെ ചിരിക്കുക കേട്ടോ, ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കാണുന്ന അമ്മ പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അല്ലാതെ പിന്നെ ഞാൻ ചിരിക്കല്ലാതെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ ചെയ്യുക? അമ്മേ, ഞാനത് അവന് കൊടുത്തൊരു പണിഷ്മെൻ്റാണ് എന്ന് പറയുകയാണ്. പണിഷ്മെൻറ്റോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ. അതെ അമ്മേ, അതെ, ഞങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടുമുട്ടിയ സ്ഥലവും ഡേറ്റും ഒക്കെ ചോദിച്ചു, ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രീകാന്തിന് അറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് അവനക്ക് ഞാനൊരു പണിഷ്മെൻറ്റ് കൊടുത്തതാ, സൈക്കിളിൽ എന്നെ പിറകെ ഇരുത്തിക്കൊണ്ട് പോവാൻ പറഞ്ഞു. പക്ഷേ കുറച്ചങ്ങ് ഓടിച്ചപ്പോഴേ സൈക്കിൾ ചവിട്ടാൻ അവനക്ക് പറ്റുന്നില്ല. അപ്പം ഞാനാണ് സൈക്കിൾ ഓടിച്ചത്, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരാം കേട്ടോ. പക്ഷേ നിനക്ക് നിൻ്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? അച്ഛൻ എത്ര വിഷമിച്ചു എന്നറിയോ? കാണുന്നവരെന്താ വിചാരിക്കുക? നിങ്ങൾ ബുദ്ധിമുട്ടുകൊണ്ടാണ് സൈക്കിളിൽ പോകുന്നതല്ലേ. പിന്നെ നിനക്ക് നിൻ്റെ സ്കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുകയാണ്, ഇല്ല അമ്മേ, അതൊന്നും വേണ്ട, ഞങ്ങളൊരു കാർ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. പിന്നീട് അമ്മ ഒരു കയ്യിലിരുന്നൊരു കവർ എടുത്തിട്ട് വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ, അത് നിൻ്റെ അച്ഛന് വർഷം വർഷം കിട്ടുന്നൊരു പാസ് ഉണ്ടല്ലോ, അത് നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞു. ഓ, ലഡാക്കിലേക്കുള്ളതാണോ? അങ്ങോട്ടാണോ വേറെ എവിടേക്കാണെന്ന് ഞാൻ നോക്കിയില്ല, അച്ഛൻ തന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാമെന്ന് പറഞ്ഞു. ഹണിമൂണിനൊന്നും നിങ്ങൾ പോയിട്ടില്ലല്ലോ, ഒന്ന് പോയിട്ട് വാ നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് തിരക്കാണ് അമ്മേ, ഡബ്ബിങ്ങിൻ്റെ ഒക്കെ തിരക്കിലാണ്, അതുകൊണ്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ, കുറച്ച് തിരക്കൊക്കെ മാറ്റി വെച്ച് ഇതിനൊക്കെ സമയം കണ്ടെത്തണം, നിങ്ങളെന്തായാലും പോയിട്ട് വാ എന്നും പറയുന്നുണ്ട് അമ്മ. പിന്നീട് നിനക്ക് അവിടെ സുഖമാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്ക് നല്ല സുഖമാണമ്മേ, ഒരു കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാവരും എനിക്കിഷ്ടമാണ്, ആൻറ്റിയും അമ്മയും രേവതിയും എല്ലാവരും എന്നെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സച്ചിയൊന്ന് ചോദിക്കുകയാണ് അമ്മ. അപ്പോൾ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനങ്ങ് അത് ശ്രദ്ധിക്കാറില്ല അമ്മേ, പിന്നെ മറ്റുള്ളവരൊക്കെ എനിക്ക് സപ്പോർട്ടാണ്, ഞാൻ ഹാപ്പിയാണ് അവിടെ എന്നിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ അമ്മ അവിടുന്ന് പോകുന്നുണ്ട്.